പെബിൾസ് മലയാളം. യേശുവിൻ്റെ ജനനം. പണ്ട് പണ്ട് മേരി എന്ന പേരുള്ള ജൂത പെൺകുട്ടി നസ്രത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെ അവൾ ജോസഫ് എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി മേരി ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ഒരു സ്വർണ്ണ തിളക്കം കണ്ടു. പെട്ടെന്ന് അവളുടെ മുന്നിൽ വലിയ ചിറകുകളുള്ള ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മേരി ചോദിച്ചു, നീ ആരാണ്? ഞാനാണ് ഗബ്രിയേൽ, ദൈവദൂതനാണ്. മേരി, നീ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിന്റെ ദൂതുമായി വന്നതാണ്. ദൈവത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ മേരി പറഞ്ഞു, ഞാൻ അതിനായി സന്തോഷിക്കുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞു, നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു പിറക്കും. അവന് ജീസസ് എന്ന് പേരിടണം. ദൈവത്തിന്റെ പുത്രൻ. അവൻ ജനങ്ങൾക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യും. മകനോ? അതെങ്ങനെ സാധ്യമാകും? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, മേരി പറഞ്ഞു. ഈ വിവരമറിഞ്ഞ മേരി അല്പസമയം സമാധാനപരമായി ആലോചിച്ചു. അവൾക്ക് അഭിമാനം തോന്നി. ദൈവദൂതനെ നമസ്കരിച്ചു. പിന്നീട് ദൈവദൂതൻ അപ്രത്യക്ഷനായി. പിറ്റേ ദിവസം അവൾ ജോസഫിനെ കണ്ട് ദൈവത്തിന്റെ തീരുമാനം അറിയിച്ചു. അവൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവൾ ഗർഭിണിയായി. അങ്ങനെയിരിക്കെ നസ്രത്തിലെ രാജാവ് ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചു. തന്റെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും പേര് വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചു. എന്നാൽ ജോസഫ് ബത്ലഹേം എന്ന പട്ടണത്തിലായിരുന്നു. അങ്ങനെ മേരിയും ജോസഫും ബത്ലഹേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ജോസഫിന് തന്റെ പേര് ബത്ലഹേമിൽ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് പോയത്. നസ്രത്തിൽ നിന്നും ബത്ലഹേമിലേക്കുള്ളത് ഒരു ദീർഘദൂര യാത്രയായിരുന്നു. ഒരുപാട് ദിവസങ്ങൾ എടുത്തു ബത്ലഹേമിലെത്താൻ. മേരി ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ആ യാത്ര. അങ്ങനെ അവർ ബത്ലഹേമിൽ എത്തുമ്പോഴേക്കും രാത്രിയായി. പട്ടണത്തിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ജോസഫ് മേരിയോട് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോസഫ് അവൾക്ക് വിശ്രമിക്കാനായി ഒരു സ്ഥലം തിരഞ്ഞുപോയി. അവൻ എല്ലാ വാതിലുകളും മുട്ടി, പക്ഷേ അവന് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ മേരി തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള സമയമായി. മേരി ജോസഫിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ദൈവം നമ്മെ കാത്തുകൊള്ളും. അങ്ങനെ അവർ ഒരു തൊഴുത്തു കണ്ടു. അവർ അവിടെ അഭയം തേടി. ജോസഫ് അവിടെ കിടന്ന വൈക്കോലെടുത്ത് മേരിക്ക് ഒരു മെത്തയൊരുക്കി. ഒരു മനോഹരമായ രാത്രിയായിരുന്നു അത്. നക്ഷത്രങ്ങൾ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആ രാത്രി മേരി ജീസസ് എന്ന ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്തതിന് മേരി വളരെയധികം സന്തോഷിച്ചു. ജോസഫ് തന്റെ കുഞ്ഞിനു വേണ്ടി മറ്റൊരു ചെറിയ മെത്ത കൂടി ഒരുക്കി. കുഞ്ഞ് നന്നായി ഉറങ്ങി. ബത്ലഹേമിനരികിലുള്ള കുന്നിൻ മുകളിൽ കുറച്ച് ചെമ്മരിയാടുകളും ആട്ടിടയന്മാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവർ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടു. ആ നക്ഷത്രത്തിന്റെ തിളക്കം കൊണ്ട് അവർക്ക് കണ്ണുകൾ തുറക്കാൻ കഴിയാതെയായി. പിന്നീട് അവർ കണ്ണു തുറന്നപ്പോൾ ഒരു ദൈവദൂതൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ പേടിക്കേണ്ട, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇന്ന് ബത്ലഹേമിൽ ഒരു ആൺകുഞ്ഞു ജനിച്ചു. അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. ഇത് കേട്ട ആട്ടിടയന്മാർക്ക് ആകെ സംശയമായി. അങ്ങനെ അവർ ബത്ലഹേമിൽ പോയി ആ കുഞ്ഞിനെ കാണാൻ തീരുമാനിച്ചു. അവർ കഴിയുന്നത്ര വേഗത്തിൽ നടന്നു. അങ്ങനെ അവർ ബത്ലഹേമിൽ എത്തിയപ്പോൾ മേരിയും ജോസഫും ജീസസും തൊഴുത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവർ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മുട്ടിലിരുന്നു. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആട്ടിടയന്മാർ ദൈവത്തെ കണ്ട് മനസ്സ് നിറഞ്ഞു. അവർ സന്തോഷത്തോടെ മടങ്ങി. അവർ കണ്ട വിവരങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ലോകനായകനായ ജീസസിന്റെ ജന്മകഥ നാട്ടിലാകെ പരന്നു. ഒരു ദിവസം ദൈവപുത്രനായ യേശു തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയായിരുന്നു. അതിനുശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഈ തടാകം കടന്ന് അക്കരെ എത്തണമെന്ന്. അങ്ങനെ യേശുവും ശിഷ്യന്മാരും ഒരു ബോട്ടിൽ തടാകം കുറുകെ കടക്കാൻ തുടങ്ങി. യേശു ക്ഷീണിതനായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് കാറ്റും മഴയും വന്നത്. ശക്തമായ തിരമാലകൾ വന്ന് ബോട്ടിനെ ഉലയ്ക്കാൻ തുടങ്ങി. ശക്തമായ കാറ്റും വീശി തുടങ്ങി.
ശിഷ്യന്മാരെല്ലാം പേടിച്ചു വിറച്ചു. അങ്ങനെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തെത്തി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ബോട്ട് കൊടുങ്കാറ്റിന്റെ പിടിയിൽ അകപ്പെട്ടു. ബോട്ടിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം മുങ്ങി മരിക്കും. യേശു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. യേശു തിരമാലകളെയും കാറ്റിനെയും നോക്കി പറഞ്ഞു, നിശബ്ദരാകൂ, അനങ്ങാതിരിക്കൂ. യേശുവിന്റെ വാക്കുകൾ കേട്ട് കാറ്റ് ആഞ്ഞടിക്കുന്നത് നിർത്തുകയും തടാകത്തിലെ വെള്ളം ശാന്തമാകുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് ശിഷ്യന്മാർ സ്തംഭിച്ചു നിന്നുപോയി. ആരാണ് ഇദ്ദേഹം? പ്രകൃതി വരെ അദ്ദേഹത്തെ അനുസരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം അർപ്പിക്കാം. യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഒരിക്കൽ ഗലീലിയിലെ കാന എന്ന സ്ഥലത്ത് ഒരു വിവാഹാഘോഷം നടക്കുകയായിരുന്നു. തന്റെ ശിഷ്യന്മാരോടും അമ്മയായ മേരിയോടൊപ്പവുമാണ് യേശു വിവാഹാഘോഷത്തിൽ പങ്കെടുത്തത്. അതൊരു വലിയ ആഘോഷമായിരുന്നു. ജനങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവിടെ മോശമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ എല്ലാവരും വീഞ്ഞു കഴിക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് വീഞ്ഞെല്ലാം തീർന്നു പോയത് ജോലിക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജോലിക്കാരൻ യജമാനനെ വിവരമറിയിച്ചു. യജമാനനും ഭാര്യയും വിഷമത്തിലായി. യജമാനന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് വീഞ്ഞ് ലഭിക്കുക എളുപ്പമല്ല. ധാരാളം പേർ വീഞ്ഞ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ യജമാനൻ പറഞ്ഞു, ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. യേശുവിന്റെ അമ്മ മേരി അവരുടെ സംസാരം കേട്ടു. മേരി പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങളെ സഹായിക്കാൻ ഞാൻ എൻ്റെ മകനോട് പറയാം. മേരി യേശുവിനോട് അവരെ സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് അത്തരം ജോലികൾ ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷേ മേരി തുടരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് യേശു സഹായിക്കാമെന്ന് ഉറപ്പു നൽകി. യേശു 6 വലിയ ഭരണികൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കൂ. അതിനുശേഷം എല്ലാ ഭരണികളിലും വെള്ളം നിറച്ചു. പിന്നീട് ജോലിക്കാരനോട് പറഞ്ഞു, ഈ ഭരണികളിൽ നിന്നും വെള്ളമെടുത്ത് അതിഥികൾക്ക് കൊടുത്തോളൂ. ജോലിക്കാർ അതിഥികൾക്കെല്ലാം വെള്ളം കൊടുത്തു. അവർ വധൂവരന്മാരുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അതിഥികൾ അതെടുത്തു കുടിച്ചു. അപ്പോൾ ജലം വീഞ്ഞായി മാറി. അതിനുശേഷം അവർ പറഞ്ഞു, വീഞ്ഞ് വളരെ നന്നായിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇത് അവസാന സമയത്തേക്ക് വെച്ചതാണല്ലേ. യേശു ആദ്യമായി ചെയ്ത അത്ഭുതമായിരുന്നു വിവാഹാഘോഷത്തിൽ നടന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ സംഭവം ശിഷ്യന്മാരുടെ ഇടയിൽ യേശുവിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. യേശുവും അന്ധനായ മനുഷ്യനും. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ജെറിക്കോ എന്ന പട്ടണത്തിലൂടെ പോവുകയായിരുന്നു. അവിടെ അന്ധനായ ഒരു യാചകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാർട്ടിമസ് എന്നായിരുന്നു. അദ്ദേഹം യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും തെരുവിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, എന്നോട് ദയവുണ്ടാവൂ, എന്നെ സഹായിക്കൂ. അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, ആരാണ് അയാൾ? അയാൾ എന്തിനാണ് ശബ്ദമുണ്ടാക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അതാണ് ബാർട്ടിമസ്. അദ്ദേഹം ജന്മന അന്ധനാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും യേശുവിന്റെ ചുറ്റും കൂടി. തെരുവിൽ ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ബാർട്ടിമസ് ഒരാളോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു നമ്മുടെ പട്ടണത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ബാർട്ടിമസിന് സന്തോഷമായി.
അദ്ദേഹം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഹേ യേശു, എന്നെ സഹായിക്കണമേ, എന്നോട് ദയവുണ്ടാകണമേ. അയാൾ വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം യേശു അയാൾ പറയുന്നത് കേട്ടു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആ അന്ധനായ മനുഷ്യനെ എന്റെ അടുത്ത് കൊണ്ടുവരൂ. ബാർട്ടിമസിനെ ജീസസിനടുത്ത് കൊണ്ടുവന്നപ്പോൾ ജീസസ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ അന്ധനായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജന്മനാ അന്ധനാണ്, എന്നോട് കരുണ കാണിക്കണം. എനിക്കെന്റെ കാഴ്ചശക്തി തരൂ, എങ്കിൽ എനിക്ക് അങ്ങയെ കാണുവാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടും. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. ബാർട്ടിമസിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അയാൾക്ക് വളരെയധികം സന്തോഷമായി. ബാർട്ടിമസ് യേശുവിനെ സ്തുതിച്ചു. അദ്ദേഹം യേശുവിന്റെ ശിഷ്യനായി മാറി. പെബിൾസ് മലയാളം.